ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലും തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി മത്തായി സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യം വായിക്കുന്നു. മത്തായി 14:31. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മ പ്രാപിക്കുവാൻ പരിശുദ്ധയാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വാക്യത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു, യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. ആമേൻ. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം വായിച്ചാൽ നമുക്കറിയാം, പത്രോസ് യേശുവിൻ്റെ അടുക്കൽ എത്തേണ്ടതിന് നടന്നു തുടങ്ങുകയാണ്. 22 തുടങ്ങിയുള്ള വാക്യങ്ങൾക്കകത്ത് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ അക്കരെ പോകേണ്ടതിന് യേശു അവരെ നിർബന്ധിച്ച് പടകിനകത്ത് കയറ്റി. എന്നാൽ ആ യാത്ര എങ്ങും എത്താതെ നടുക്കടലിൽ വട്ടം ചുറ്റുമ്പോൾ കാറ്റ് പ്രതികൂലമായി മാറി. വളരെ പ്രയാസങ്ങൾ ആ യാത്രയിൽ ശിഷ്യന്മാർ അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ അവർ പ്രാണരക്ഷാർത്ഥം പല കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ, 25-ാം വാക്യം അതാണ് എഴുതിയിരിക്കുന്നത്, 4-ാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കലെത്തി. ഞാൻ അവിടെ നിർത്തി ഒരാലോചന പറയാം. ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അവർ കുതിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ ജീവിതം ഭാരപ്പെട്ട അനുഭവത്തിലായപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ ആർക്കും അവരെ സഹായിക്കാനും കൂട്ടുനിൽക്കുവാനും പുറത്തു കൊണ്ടുവരുവാനും കഴിയാതിരുന്നപ്പോൾ യേശു വെള്ളത്തിൻ്റെ മീതെ നടന്ന് അവരുടെ അടുക്കലെത്തി. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ആർക്കും വന്ന് സഹായിക്കുവാനും താങ്ങുവാനും രക്ഷിക്കുവാനും കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അടുത്തു വരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഉറപ്പോടെ നമ്മളത് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. മറ്റാർക്കും സഹായിക്കുവാൻ പറ്റാത്ത പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരെങ്കിലും, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളാകാം, കുടുംബജീവിതത്തിലെ അസമാധാനങ്ങളാകാം, പല പ്രാവശ്യം പിണങ്ങി, പല പ്രാവശ്യം ഒരുമിച്ചായി, അങ്ങനെ കുടുംബജീവിതം പ്രതിസന്ധികൾക്ക് നടുവിൽ വലയുന്ന പടക് പോലെയാണോ? ഏത് പ്രതികൂലമാണെങ്കിലും ഈ തിരുവചനം എഴുതിയിരിക്കുന്നത്, ആർക്കും കടന്നു വരുവാൻ കഴിയാത്ത ഇടത്ത് യേശു അവരുടെ അടുക്കലെത്തുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ വിഷയങ്ങളോട് യേശു അടുക്കുന്ന മിനിറ്റുകളായി മാറട്ടെ. ഇളകിമറിയുന്ന കടല്, മുങ്ങുമാറായ പടക്, എന്നാൽ കടലിനെയും തിരമാലകളെയും കണ്ട് ഭയപ്പെട്ട് മാറി നിൽക്കാതെ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വെള്ളത്തിൻ്റെ മീതെ നടന്നു വരികയാണ്. പ്രിയരെ, ഏത് പ്രതിസന്ധികളുടെ നടുവിലും തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുന്ന കർത്താവ് ദൈവത്തിൻ്റെ കൃപ. ആ വാക്യം അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. യേശുവും പത്രോസുമായിട്ട് സംസാരിക്കുകയാണ്. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. ഉടനെ അവരോട്
ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നടന്ന് നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. തിരുവചനം വായിക്കുമ്പോൾ യേശു അങ്ങനെ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, വരിക എന്ന് പറഞ്ഞു. നോക്ക, പതുകെ പടകിൽ നിന്ന് ഇറങ്ങി പത്രോസ് വെള്ളത്തിന്റെ മീതെ കൂടെ നടന്ന് യേശുവിന്റെ സമീപമെത്തുന്നതിന് വേണ്ടി മുന്നേറുകയാ. 30-ാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, അവൻ കാറ്റ് കണ്ട് പേടിച്ചു, മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ഈ സംഭവങ്ങളിൽ വളരെ ഗൗരവമുള്ള വാക്യമാണ് 30-ാം വാക്യം. 30-ാം വാക്യത്തിനകത്ത് അല്പം മുൻപിലോട്ട് പോയ പത്രോസ് കാറ്റ് കണ്ട് എന്നെഴുതിയിരിക്കുന്നു. വാസ്തവത്തിൽ പത്രോസ് യേശുവിനെ കാണുന്നതിന് മുൻപും അവിടെ കാറ്റടിക്കുന്നുണ്ടായിരുന്നു, തിരമാല ഇളകുന്നുണ്ടായിരുന്നു, പടക് ഇളകി മറിയുന്നുണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ട മാത്രമേ പത്രോസ് മറ്റെല്ലാം മറക്കുവാനിടയായി തീർന്നു. അടിക്കുന്ന കാറ്റും ഇളകുന്ന തിരമാലയും ചാഞ്ചാടുന്ന പടകുമൊക്കെ പത്രോസ് മറന്നിട്ട് യേശുവിനോട് സംസാരിക്കാനായി തുടങ്ങി, നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കണം. എന്നാൽ കുറച്ചു മുൻപിലോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് കാറ്റ് കണ്ട് ഭയപ്പെട്ടെന്ന ബൈബിൾ പറയുന്നത്. യേശുവിന്റെ അടുക്കലേക്ക് പോകാനാണ് ഇറങ്ങിത്തിരിച്ചതെങ്കിലും പത്രോസിന്റെ ഹൃദയത്തിനകത്ത് പതുക്കെ പതുക്കെ ഭയം കയറി വന്നു. എന്താ കാര്യം? അവൻ കാറ്റ് കണ്ടെന്ന തിരുവചനം എഴുതിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം, പ്രതികൂലങ്ങളെ കണ്ടിട്ട് ഭയപ്പെടുന്ന, പ്രതികൂലങ്ങളെ കണ്ടിട്ട് നിലവിളിക്കുന്ന, പ്രതികൂലങ്ങളെ കണ്ടിട്ട് ആകുലരായി പോകുന്ന ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാം. അതുവരെയും വളരെ ധൈര്യത്തോടെ, ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ മുൻപിലോട്ട് പോയ പത്രോസ് പതുക്കെ സാഹചര്യങ്ങളിലേക്ക് നോക്കി, ചുറ്റുപാടുകളിലേക്ക് നോക്കി. അത് അവന്റെ ജീവിതത്തിൽ ഭയം കൊണ്ടുവന്നു. യേശുവിന്റെ കണ്ണുകളിൽ നിന്ന് അവന്റെ നോട്ടം എപ്പോഴാണോ മാറിയത്, പത്രോസ് പതുക്കെ പതുക്കെ നിരാശപ്പെടുവാനും താഴ്ന്നു പോകുവാനും തുടങ്ങി. പ്രിയരെ, കൂടെയുള്ള കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യേണ്ടതിന് ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. കാറ്റ് കണ്ടു, പേടിച്ചു, മുങ്ങിത്തുടങ്ങി, നിലവിളിച്ചു. ആമേൻ. ഇതെല്ലാം ചേർന്ന് കിടക്കുന്ന പദങ്ങളാണ്. ഇതിനെല്ലാം കാരണമായി തീർന്നത് സമൂഹത്തിന്റെയും ചുറ്റുപാടുകളുടെയും പ്രതിസന്ധി നോക്കുവാനിടയായി തീർന്നു. അടുത്ത പദം, യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. ഇന്ന് പകൽ കാറ്റ് കണ്ട് ഭയപ്പെട്ട് പ്രതിസന്ധികളുടെ മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതയാത്രയിൽ ഭാരത്തോടെ ആരെങ്കിലും താഴ്ന്നു തുടങ്ങുന്നെങ്കിൽ ഇന്നലകളെ ചോദ്യം ചെയ്യാതെ, ഇന്നിന്റെ അവസ്ഥകളെ കുറിച്ച് പിന്നെയും പറയാതെ ഉടനെ കൈനീട്ടി പിടിക്കുന്ന കർത്താവിന്റെ കരം ഈ പ്രഭാതത്തിൽ നമുക്ക് വെളിപ്പെടട്ടെ. ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. പത്രോസിനോട് യേശു അധികം സംസാരിക്കുവാനോ ഉപദേശിക്കുവാനോ അപ്പോൾ നിന്നില്ല. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. വെറുതെ കൈനീട്ടി എന്നല്ല, അവനെ പിടിക്കേണ്ടതിന് കരം നീട്ടി. അങ്ങനെയാണെങ്കിൽ ആടി ഉലഞ്ഞ് താഴ്ന്നു പോകുന്ന ചിലരെ പിടിച്ചു നിർത്തുവാൻ, പിടിച്ചടുപ്പിക്കുവാൻ, കരം പിടിച്ച് മുൻപിലേക്ക് നയിക്കുവാൻ യേശുവിൻ്റെ കരം ഈ പകൽ നമുക്ക് വെളിപ്പെടട്ടെ. ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. ആമേൻ. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, യേശുവിൻ്റെ കരം ഇന്ന് പകൽ വേദനപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മീതെ ചലിക്കുന്ന പ്രഭാതമായി തീരട്ടെ. ഉടനെ കൈനീട്ടി പിടിക്കുന്ന കർത്താവ് ആവശ്യഭാരത്തിലിരിക്കുന്ന സകലരുടെ മീതെയും ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാമോ?
പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. വചനം വിടുതലായും ആശ്വാസമായും നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയായും തീരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.